ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുദോസനാണ്. ഇന്നത്തെ വീഡിയോ ഒരു ഫിഷ് വറുക്കലാണ്. അത് എണ്ണ ഇട്ടിട്ടല്ല വറുക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. എണ്ണ തീരെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സാൽമൺ ഫിഷാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്ത പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അല്ലേ, ഇതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി അത് ഇട്ടിട്ട് അതെങ്ങനെയാണ് വെളിച്ചെണ്ണ പോലെ ആയിട്ട് വറുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളെ നെയ്ച്ചാള, നാട്ടിലത്തെ നെയ്ച്ചാളയില്ലേ, അതേപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല, ഞങ്ങളത് ഇറക്കി ചെയ്യാറുള്ളതാണ്. അപ്പോൾ അത് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നു. അറിയാത്തവർ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാം, അത് കണ്ടിട്ട്. അപ്പോൾ അറിയാത്തവരുണ്ടാവും ചിലവർ. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈ പാനിൽ അത് കഷ്ണങ്ങളൊക്കെ ശരിയാക്കി മസാലയാക്കി വരട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ പുരട്ടി ക്ലിയർ ആക്കിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഉള്ളതാണ്. ഫ്രൈ ചെയ്യേണ്ട പീസുകൾ കുറേ നേരം വയ്ക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഫ്രൈ പാൻ കുറച്ച് വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ തടവി കൊടുക്കാം. കാരണം ഫ്രൈ പാനിൽ നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കാം. ഒരു സ്പൂണ് പോലും നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ മീൻ അതായത് നമ്മുടെ നാട്ടിലത്തെ ചാള, നെയ്ച്ചാള പോലത്തെ മീനുകളാണ് ഇത്. ഇത് സാലമൺ ഫിഷാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കുറേശ്ശെ ഓയിൽ പോലെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനുള്ളിൽ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ കാണിച്ചിരുന്നത് കണ്ടു. ശരിക്കും നമ്മൾ ഓയിലൊഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുക്കുന്ന പോലെ ആയി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കാം നമുക്ക് ഈ മീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒട്ടും ഓയിൽ ഒഴിക്കാതെ ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും. അതിപ്പോൾ കറക്റ്റ് വറവായി, അല്ലാതെ ലാസ്റ്റ് സ്റ്റേജായി, അതിൻ്റെ ഫുൾ ഫിനിഷായി. ഓക്കെ ഗൈസ്, അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇത് ഉപയോഗിക്കുക. ഓക്കെ, സീ യു, ബൈ.